നമസ്കാരം. ഒരു ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന സാധാരണക്കാരായ സഖാക്കന്മാരെ നേതൃത്വം എത്രമാത്രം ലാളിത്യത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. തലസ്ഥാനത്തെ പ്രമുഖ നേതാവായിട്ടുള്ള IP ബിനു അറിയാലോ, മാധ്യമങ്ങളുടെ സ്ഥിരം ഇരയാണ്. തലസ്ഥാനത്ത് സംഘപരിവാറോ വലതുപക്ഷക്കാരോ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാപ്രകൾ പലകുറി പല തവണ ആവർത്തിച്ച് ആ പേര് വലിച്ചു വെച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പലപ്പോഴും ബലിയാടാക്കപ്പെട്ട വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയുകയും ചെയ്തു. അദ്ദേഹം വിട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ആ കുറിപ്പിന് ആധാരം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും അദ്ദേഹത്തിനോടൊപ്പം ഏകദേശം അരമണിക്കൂർ ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ആ ഒരു സന്തോഷത്തിൽ കുറിച്ച പോസ്റ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 2-3 ദിവസത്തെ പഴക്കമുണ്ടെങ്കിലും അത് ഇന്നിപ്പോ വായിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് അക്കാര്യം നിങ്ങളെ അറിയിക്കേണ്ടത് തോന്നി. കാര്യം പ്രസ്ഥാനം സാധാരണ പ്രവർത്തകരാണെങ്കിൽ പോലും അവരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നു എന്ന് ആ വാക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഹൃദയസ്പർശനം കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഇതിനെ സംബന്ധിച്ചൊരു വാർത്തയാക്കണം, ഒരു പ്രതികരണം തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിച്ചെടുത്ത ഒരു പ്രതികരണവും നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റും, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തലസ്ഥാനത്തെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനു നേരത്തെ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം വന്നു. 10 ദിവസത്തോളം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കിടന്ന സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഗോവിന്ദൻ മാഷ് ഇദ്ദേഹത്തെ കാണാനെത്തുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദീകരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് ആദ്യം കുറച്ചൊന്ന് കേൾക്കാം, അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അതായത് കേൾക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ സഖാക്കന്മാർ തമ്മിലുള്ള ഒരു ആത്മബന്ധം, അത് ഏത് പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ പോലും പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന പരിഗണന, കരുതൽ എന്നിവ കൃത്യമായി മനസ്സിലാക്കണം. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരാൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നെഴുതുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും. അതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേൾക്കണം. എന്റെ ആശുപത്രി വാസത്തിന്റെ 10ാം ദിവസമായി ഇന്ന് ഏറെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി. AKG സെന്റർ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കയുടെ പതിവില്ലാത്തൊരു ഫോൺ കോൾ വന്നു. രോഗവിവരം അന്വേഷിച്ച് വിളിച്ചതായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. പക്ഷേ പങ്കുവച്ചത് ഞെട്ടിക്കുന്നൊരു വാർത്ത. സംസ്ഥാന സെക്രട്ടറി സാക്ഷാൽ ഗോവിന്ദൻ മാഷ് തന്നെ നേരിട്ട് എന്നെ കാണാൻ വരുന്നു എന്ന വിവരം അറിയിച്ചു. ആശുപത്രിയുടെ വാതിൽപ്പടിയിൽ മാഷ് എത്തി എന്നുള്ള വിവരം പങ്കുവെക്കുകയും ചെയ്തു. ആ ഒരു വാക്ക് കേട്ടതും 10 ദിവസമായി ആശുപത്രി വാസത്തെ തുടർന്ന് ഡെസ്പ് അടിച്ചിരുന്ന ഞാനൊരു ത്രില്ലിംഗ് മൂഡിലായി. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ ഗോവിന്ദൻ മാഷ്. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. എന്തു പറയണം, എന്ത് ചോദിക്കണം, എന്ത് ചെയ്യണമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന്റെ രോഗവിവരം അറിയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതാണ് ഈ പാർട്ടിയുടെ പൈതൃകം. പിന്നെ കടന്നുപോയ അരമണിക്കൂർ ഒപ്പമിരുന്ന് ഒരു രക്ഷിതാവിനെ പോലെ രോഗവിവരത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ആരോഗ്യം ശ്രദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് ഉപദേശങ്ങൾ നൽകി. അങ്ങനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. വീഴ്ചകളിലാണല്ലോ പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നത്. ഈ വീഴ്ചയിലും ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടലുകൾ അനുഭവപ്പെട്ട നേരമുള്ള ആ കടന്നുവരവ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമാശ്വാസം തന്നെയാണ്. കൂടാതെ മാഷിനോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് വല്ലാത്ത ഊർജവും കരുത്തുമാണ് എനിക്ക് നൽകിയത്. നന്ദി മാഷേ, നന്ദി. കൂടാതെ എനിക്ക് കിട്ടിയ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സഖാക്കളുടെ സ്നേഹവും വല്ലാതെ മനസ്സ് നിറച്ചു. ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. രോഗാവസ്ഥയിൽ നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് IP ബിനുവിനെ നേരിട്ട് വിളിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രതികരണം ചോദിച്ചത്. അങ്ങനെ അദ്ദേഹം അതിനെ സംബന്ധിച്ച് നിർബന്ധിച്ചപ്പോൾ അയച്ചു തന്നൊരു പ്രതികരണമുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കും. 10 ദിവസത്തെ ജന്മവാസത്തിനിടയിൽ ഒരുപാട് സുഹൃത്തുക്കളും സഹാക്കളും സ്നേഹാശ്വാസമായി എത്തി. പക്ഷേ ഒരു 8ാം ദിവസമാകുമ്പോൾ AK സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ബിജു കണ്ടക്കയുടെ ഫോൺ കോൾ വന്നു. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ അസുഖവിവരറിഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എത്രാം വാർഡിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സൊസൈറ്റി വാർഡ് 16ാം നമ്പർ റൂമിലാണെന്ന് പറഞ്ഞു. അത് ഗോവിന്ദ മാഷ് ആശുപത്രി വാതിക്കലെത്തി
അങ്ങോട്ട് വരികയാണെന്ന്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിമിഷങ്ങൾക്കകം കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പേ ഗോവിന്ദ മാഷ് എൻ്റെ റൂമിൻ്റെ മുന്നിലെത്തി. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു സാക്ഷാൽ ഗോവിന്ദ മാഷ് CPM സംസ്ഥാന സെക്രട്ടറി ഈ സാധാരണ പാർട്ടി സഖാവിനെ കാണാൻ വേണ്ടി എൻ്റെ അസുഖവിവരങ്ങൾ അന്വേഷിക്കുവാനും സ്നേഹാശ്വാസവുമായി എത്തുമ്പോൾ മനസ്സിനകത്ത് പറഞ്ഞറിയിക്കുന്നതിന് മതിയും എന്താണ് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ആകെ ഡെസ്പായിരുന്ന എനിക്ക് ഒരു വലിയൊരു എനർജി കിട്ടുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടായത്. എൻ്റെ ഏകദേശം അരമണിക്കൂറോളം സഖാവ് എന്നോടൊപ്പം ചെലവഴിച്ചു. എൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു. വളരെ അധികം ശ്രദ്ധിക്കണം. ഒരു രക്ഷകർത്താവിനെ പോലെ എനിക്ക് ഉപദേശങ്ങൾ തന്ന് നിർദ്ദേശങ്ങൾ തന്ന് ഗോവിന്ദ മാഷ് ഇറങ്ങുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ് എനിക്കുണ്ടായത്. സംബന്ധിച്ചും എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി എന്നോട് കാണിച്ച സ്നേഹം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ നേരിട്ട് വരുവാന്ന് വെച്ചാൽ അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ഈ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത കേരളത്തിലെ നേതാവായിട്ടുള്ള ഗോവിന്ദ മാഷ് എന്നെ നേരിട്ട് വന്ന് ഇത്രയും ആശ്വാസവാക്കുകൾ തരുമ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം, ഒരു പാർട്ടി സഖാവിനെ സംബന്ധിച്ചോളം അതിയായ സന്തോഷമാണ് ഈ അവസരത്തിൽ എനിക്കുണ്ടായത്. ഇതൊക്കെ ഒരു സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ്, അല്ലെങ്കിൽ കരുതലിന്റെ, ചേർത്ത് പിടിക്കലിന്റെ അടയാളപ്പെടുത്തലാണ്. പാർട്ടിക്ക് വേണ്ടി തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ നിരന്തരമായി ഓടി നടക്കുകയും ആ ഓടി നടക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ കണ്ണിലെ കരടായി മാറുകയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ കണ്ണിലെ കരടായി മാറുകയും അതുകൊണ്ട് ആ വ്യക്തിയെ മനഃപൂർവ്വം ഇല്ലാത്ത കേസുകളിലെല്ലാം പേര് വലിച്ചിഴച്ച് തേജോവധം ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയിൽ അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചാലും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ പിടിക്കാനും പ്രസ്ഥാനമുണ്ട്, നേതൃത്വമുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ആ ഒരു സന്ദർശനവും ആ ചേർത്ത് പിടിക്കലുമെന്ന് നിസ്സംശയം പറയാൻ പറ്റുകയാണ്. ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ വേറിട്ടതാക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാര്യം മനുഷ്യർക്കിടയിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ ഇടയിലെ ഒരു ബന്ധമാണ് സഖാവ് എന്ന വാക്കെന്ന് പറയുന്നത്. ആ സഖാക്കൾ എങ്ങനെയാണ്, അത് ഏത് പദവിയിൽ ഇരിക്കുന്നത് ആയിക്കോട്ടെ, അവരെങ്ങനെയാണ് പരസ്പരം തണലാകുന്നു എന്നത് കൂടി മാഷിന്റെ ആ സന്ദർശനം തെളിയിക്കുന്നുണ്ട്. പൊതുവെ മാപ്രകൾ പറയുന്നത് ഈ ചിരിക്കാറില്ല, അല്ലെങ്കിൽ സഖാക്കന്മാർ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവക്കാരാണ്, അവർ ഈ സഖാക്കളോടൊന്നും മൃദുവായി ഇടപെടില്ല എന്നുള്ള ആക്ഷേപങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ്. ഈ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നവരല്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവർ കൂടിയാണ് സഖാക്കന്മാർ എന്ന് ഗോവിന്ദൻ മാഷിന്റെ ആ സന്ദർശനവും അതിന് പിന്നാലെ IPBനെ കുറിച്ച് ആ വാക്കുകളും തെളിയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത. ഇത് സഖാക്കന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണില്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഊർജം കൂടിയാണ് കേവലം ഒരു ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിയെ നേരിട്ട് കണ്ട് സമാശ്വസിപ്പിക്കാൻ ഗോവിന്ദൻ മാഷ് എന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തി എന്നുള്ള ആ വാർത്ത, അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് നിങ്ങൾക്ക് കൂടി കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്.